ഒരുപാട് ഗവൺമെൻറ്റുകളെ കണ്ട തന്ത്രമാരെ കണ്ട ആളെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഗവൺമെൻറ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗവൺമെൻറ് എന്ന് പറയാൻ പാവങ്ങളെ കാര്യത്തിലും മറ്റുള്ളവരും സമായിട്ട് കാണുന്നൊരു ഗവൺമെൻറ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ് ഞാൻ ധരിക്കുന്നത്. കാരണം കുറേ കൊല്ലമായി അവിടെ ജീവിക്കുന്നത്, 10-72 കൊല്ലമായി. ഇതിലിടക്ക് പല പാർട്ടിക്കാരും മറ്റുള്ളവർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലൊന്നും ഒരു പുരോഗമനം പുന്നയൂർ പഞ്ചായത്തിനോ ഉണ്ടായിട്ടില്ല. ഒക്കെ നഷ്ടപ്പെട്ടു പോകുക എന്നല്ലാണ്ട്, കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളയാന്നല്ലാണ്ട് ഒരു നേതാക്കന്മാരും പ്രസിഡൻ്റായിട്ടിരുന്നിട്ടും സെക്രട്ടറി ആയിട്ടിരുന്നിട്ടും കാര്യമൊന്നുണ്ടായിട്ടില്ല ഇതുവരെക്കും. മനസ്സിലായിട്ടോ? ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയായിട്ട് ഈ പിണറായി വിജയൻ കയറിയിരുന്നപ്പോൾ ജനങ്ങൾക്കൊക്കെ വലിയ സന്തോഷമാണ്. പട്ടിണിയില്ലാതെ കണ്ട് കുടുംബങ്ങൾ ജീവിക്കണം. സുഖമില്ലാത്ത പാവപ്പെട്ട ഈ വയസ്സായ ആൾക്കാർക്കൊക്കെ മാസം തോറും 1400 റുപ്യ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. സ്വന്തം മക്കൾ പോലും ചെയ്യാത്തതായ ഉപകാരമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ പാർട്ടിക്കല്ലാണ്ട് പിന്നെ ഏത് പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്യാം? നമ്മളെ രാജ്യത്തിൻ്റെ പുരോഗമനവും നമ്മൾക്കുള്ള സഹായങ്ങളും നമ്മൾ നോക്കേണ്ടത്. അതിനല്ലേ നമ്മൾ ജനങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് മന്ത്രിയാക്കുന്നതും സെക്രട്ടറി ആക്കുന്നതും പ്രസിഡൻ്റാക്കുന്നതും ഒക്കെ. അത് നമ്മളെ കാര്യമല്ല അവർക്ക് കൊടുക്കുന്ന ശമ്പളമായിട്ട്. അപ്പം അവർ നമ്മൾക്ക് നന്മ ചെയ്യുമ്പോഴല്ലേ, നന്മ ചെയ്യുന്നവർക്കല്ലേ നമ്മൾ വോട്ട് ചെയ്യുക. അല്ലാതെ ബുദ്ധിയില്ലാതെ കണ്ട് കുരങ്ങ് നീർക്കോലിനെ പിടിച്ചാൽ മാതിരി ആ നീർക്കോലിനെ കുരങ്ങ് നോക്കിയില്ല, നീർക്കോലി ഉടഞ്ഞ് ചത്തുണ്ടാവും. അതേമാതിരി ഇരുന്നിട്ട് ഈ കുരങ്ങും ചത്തു പോകുക എന്നല്ലാണ്ട് നാടിന് വല്ല പുരോഗമനം ഉണ്ടാവുമോ? ഇത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. അത് ഓരോരുത്തർക്കും ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കണം. അല്ലാതെ കുറേ ഇംഗ്ലാവ് ചിന്ത വിളിച്ച് പോരല്ല. നാടിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ടാണ് മന്ത്രിയാക്കി അയക്കുന്നത്. ആ മന്ത്രിയുടെ നിലപാടെന്താണെന്ന് മനസ്സിലാക്കുക. എന്തിനും പോരാടാൻ പറ്റുന്നതായ ധീരതയുള്ള ഒരു നേതാവും മന്ത്രിയുമാണ് ഇന്നത്തെ മന്ത്രി. അത് ഇന്നത്തെ മുഖ്യമന്ത്രിയാണെന്നുള്ളത് ഞാൻ പ്രഖ്യാപിക്കുകയാണ് എല്ലാവരോടും. എനിക്ക് പൊതുജനങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ നന്മ കൊണ്ട് കണ്ടിട്ട്, ഈ ധീരത കണ്ടിട്ട് ഇസ്ലാമിന് എന്തെങ്കിലും സത്വത വരണമെങ്കിൽ അതിന് പോരാടാൻ പറ്റിയതായ ഒരു നേതാവുണ്ടെങ്കിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. ആ മന്ത്രിയുടെ പാർട്ടിക്ക് നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് അയാളെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം. ഈ പുന്നയൂർ പഞ്ചായത്തിൽ ഒരു പുതിയ ഒരു മാറ്റം ഉണ്ടാക്കി തീർക്കണം. പുതിയ ഒരു തീരുമാനം ഉണ്ടാക്കി നമ്മളെല്ലാവരും കൂടി ഈ പാർട്ടിനെ വിജയിപ്പിച്ച് ഞങ്ങൾക്ക് പുതിയതായ ഒരു നിയമാവലി ഇവിടെ പുറത്ത് കൊണ്ടുവരണമെന്നു മാത്രമേ